വീണ്ടും ഒരു കർത്തൃമേശ ശുശ്രൂഷയുടെ മുമ്പാകെ നമ്മളായിരിക്കുന്നു. കർത്തൃമേശ ഓരോ തവണയും കർത്തൃമേശ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തെ ഒരിക്കൽ കൂടെ പുതുക്കുകയാണ്, നവീകരിക്കുകയാണ്. കാരണം ദൈവവചനത്തിൻ്റെ കേൾവിയിലൂടെ നമ്മളെ തന്നെ പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മളെ തന്നെ കഴിയുകയും ചെയ്യുന്നു. കഴിയുകൊണ്ട് വേണം, ശോധന ചെയ്തിട്ട് വേണം, ദൈവവചന കൽപ്പന പ്രകാരം ശോധന ചെയ്തിട്ട് വേണം ഇത് പങ്കെടുക്കാനുള്ളതുകൊണ്ട് ഓരോ കർത്തൃമേശ ശുശ്രൂഷയും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നവീകരണത്തിൻ്റെ ദിവസമാണ്, ഒരു പുതുക്കത്തിൻ്റെ ദിവസമാണ്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളെ തന്നെ പരിശോധിച്ച് കഴിയാനുള്ള അവസരം ലഭിക്കുകയാണ്. ഇന്ന് നമുക്ക് ചില വേദഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ പരിശോധിച്ചുകൊണ്ട്, ക്രിസ്ത്യ ജീവിതമല്ല നമ്മുടെ ജീവിതത്തെ തന്നെ പരിശോധിച്ചുകൊണ്ട് ഒരിക്കലുള്ള നവീകരണത്തിൻ്റെ പ്രവർത്തി നമ്മൾ നടക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവവചനത്തിന് ഭാഗത്തിന് സമർപ്പിക്കാം. അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ പറയുന്നു, നാം ഓരോരുത്തരും വിശ്വാസികളായ എല്ലാവരും പത്രോസിന്റെ 1-ാം ലേഖനം എൻ്റെ 2-ാം അധ്യായം എൻ്റെ 9-ാം വാക്യത്തിൽ നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജനതയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും ദൈവത്തിന്റെ സ്വന്തം ജനവുമാകുന്നു. രാജകീയ പുരോഹിത വർഗവും ദൈവത്തിന്റെ സ്വന്തം ജനവും വിശുദ്ധ വംശവും എന്ന് നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് മെച്ചമാണ് ദൈവത്തിന് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് നേരിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പുരോഹിതന്മാരാണ്. പഴയ നിയമത്തിലെ പോലെ അല്ല, പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചുള്ള എല്ലാവർക്കും എന്തുണ്ട്? ഒരു പൗരോഹിത്യ ശുശ്രൂഷയുണ്ട്. ദൈവത്തോട് നേരിട്ട് ദൈവമായി നേരിട്ട് ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു സാധ്യതയുണ്ട്. പഴയ നിയമ പുരോഹിതന്മാരുടെ ചില സവിശേഷതകളെ കുറിച്ച് മലാക്കി പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആലപ്പുഴ സഭയിലുള്ള നമ്മൾ ആ ബൈബിൾ സ്റ്റഡിയിൽ നമ്മളത് കണ്ട കാര്യമാണ്. എന്നാൽ നമുക്ക് ഒരിക്കൽ കൂടെ ആ ഭാവം നമ്മുടെ വ്യക്തിപരമായ അനുഭവത്തിലേക്ക് എത്രത്തോളം വന്നിട്ടുണ്ടെന്നുള്ളത് പരിശോധിക്കുവാനായിട്ട് നമുക്ക് ആ ഭാവം നമ്മൾ നോക്കാം. നമ്മൾ ചില ആഴ്ചകൾക്ക് മുമ്പ് ആലപ്പുഴയിൽ ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡി ഈ ഭാഗങ്ങളായതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ മലാക്കിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വേദഭാവം കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് അവിടെ ഞങ്ങൾ കടന്നുപോയ വാക്യങ്ങളാണ്. എന്നാൽ അത് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാണോ എന്നുള്ളത് പരിശോധിക്കുവാൻ തക്കോടെ ഇന്ന് നമുക്ക് എടുക്കാം. അവിടെ പറയുന്നത് പഴയ നിയമ പുരോഹിതന്മാരുടെ ചില സവിശേഷതകളെ കുറിച്ച് പറയുന്ന ഒരു വേദഭാവം നമുക്കവിടെ കാണാം. മലാക്കി പ്രവചനം. മലാക്കി എന്ന് പറയുന്നത് ഒരാളുടെ പേരല്ല, അല്ലേ? മലാക്കി ആരുടെ പേരല്ല. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നത് പേരാണെന്നാണ്. മലാക്കി പേരല്ല, ദൂതൻ എന്നുള്ള വാക്കാണ്, അല്ലെ? അങ്ങനെയാണ് സന്ദീപന്റെ അർത്ഥം. മലാക്കി എന്ന് പറഞ്ഞാൽ ദൂതൻ എന്നേ ഉള്ളൂ. അത് ഒരു ദൂതൻ എന്നാണ്. എഴുതിയ ആളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് അതിൻ്റെ സ്റ്റഡി ബൈബിളിലൊക്കെ പറയുന്നത്. അയാൾ വെളിപ്പെടുത്താത്ത ഒരാളാണ്. ദൂതൻ എന്ന് പറഞ്ഞാണ് അതൊക്കെ എഴുതിയിരിക്കുന്നത്. മലാക്കി എന്ന് പറഞ്ഞാൽ ദൂതൻ എന്നാണ് അർത്ഥം. ആ മലാക്കിയുടെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 5 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. എൻ്റെ ഉടമ്പടി അവനോടൊപ്പം ഉണ്ടായിരുന്നു, അത് ജീവനും സമാധാനവുമായിരുന്നു. അവൻ ഭയപ്പെടേണ്ടതിന് ഞാൻ അവ അവന് നൽകി. അവൻ എന്നെ ഭയപ്പെടുകയും എൻ്റെ നാമത്തിൽ വെറുക്കുകയും ചെയ്തു. സത്യമായ ഉപദേശം അവൻ്റെ വായിലുണ്ടായിരുന്നു. അവൻ്റെ ആദരത്തിൽ ഒരു തെറ്റും കണ്ടതില്ല. സമാധാനത്തിലും പരമാർത്ഥതയിലും അവൻ എന്നോടൊപ്പം നടന്നു. പലരെയും അതിർത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഈ വേദം വായിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് അതിൻ്റെ മനസ്സിലാകാതെ പോകും. പക്ഷേ അതിന് പുറകിൽ അതിൻ്റെ ചരിത്രം കൂടെ മനസ്സിലാക്കണം. അത് തന്നെ മേളിലോട്ടുള്ള വാക്യങ്ങളിൽ അതിൻ്റെ കാര്യം കാണാം. അവിടെ പുരോഹിതന്മാർക്കുള്ള ആജ്ഞ എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. 2-ാം അധ്യായം തുടങ്ങുന്നത്. അത് പുരോഹിതന്മാരോട് അവരെ ഈ കാലം നമ്മൾ ആലപ്പുഴസഭയിലുള്ളവർ അവർ പലതവണ കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം അത് ഒരു പുതുമയായിട്ട് തോന്നുന്നില്ലായിരിക്കും. നമ്മൾ ബൈബിൾ സ്റ്റഡിയിൽ എപ്പോഴും പറയുന്ന ഇത് ഈ പുസ്തകം
ഈ മലാഖി പുസ്തകം ഇസ്രായേലിന്റെ ഒരു പിന്മാറ്റ അവസ്ഥയിൽ അവസാന പ്രവാചകൻ, അതായത് പിന്നീട് വരുന്ന പ്രവാചകൻ എന്ന് പറയുന്നത് യോന ശ്രാപകനാണ്. കുറെ നാളത്തേക്ക് പിന്നീട് അവർക്ക് പ്രവാചകന്മാരില്ലായിരുന്നു. വളരെ പിന്മാറിപ്പോയ ഒരു ഇസ്രായേൽ ജനത്തോടുള്ള പ്രവചനമാണ് ഇവിടെ മലാഖി പ്രവചനത്തിൽ നമ്മൾ കാണുന്നത്. ഈ പ്രവചനത്തിന്റെ മുമ്പുള്ള ഒരു ചരിത്രം എന്ന് പറയുന്നത്, ഇസ്രായേൽ ജനത ദൈവത്തിന്റെ സ്വന്തം ജനമായിരുന്നെങ്കിലും അവർ പിന്മാറിപ്പോയതിനു ശേഷം അവർക്കൊരു മടങ്ങിവരവ് ഉണ്ടായിരുന്നു. ഒരു കൂട്ടർ മടങ്ങി വന്നു, ബാബിലോണിൽ നിന്ന് മടങ്ങി വന്ന ഒരു പുതിയ തുടക്കം. അതാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നെഹമ്യാവിന്റെ പുസ്തകം പഠിക്കുമ്പോൾ അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നെഹമ്യാവ് സ്ഥാപിക്കുന്ന ആ സഭ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെ പുനഃസൃഷ്ടിപ്പ് നടത്തി ഒരു പുതിയ ജീവിതം കൊടുത്തുകൊണ്ട് ഒരു പുതിയ തുടക്കം അവർക്കോട് ലഭിക്കുകയാണ്. അതായത് അവർ നഷ്ടപ്പെട്ടു പോയിരുന്ന എല്ലാ ന്യായപ്രമാണ വ്യവസ്ഥകളെയും എല്ലാ ന്യായപ്രമാണ പെരുന്നാളുകളെയും യാഗങ്ങളെയും എല്ലാം തിരികെ കൊണ്ടുവന്ന് അത് മുഴുവൻ കടുകട പോലും വിടാതെ മുഴുവനായിട്ടും അനുസരിക്കുന്ന ഒരു കൂട്ടമായിട്ട് അവർ തുടങ്ങുകയാണ് വീണ്ടും. രണ്ടാമത് മോശയുടെ കാലത്ത് അന്ന് കൃത്യമായിട്ട് ചെയ്തിരുന്നു, യോശുവയുടെ കാലത്ത് കുറച്ചുകൂടി ഉണ്ടായിരുന്നു. എങ്കിൽ പിന്നീട് അത് പിന്മാറി വളരെ മ്ലേച്ഛകരമായ അവസ്ഥയിലേക്ക് പോയി അവർ രണ്ടായി തിരിഞ്ഞു. യഹൂദയും ഇസ്രായേലിൽ നിന്ന് രണ്ടായി തിരിഞ്ഞു. അവരെല്ലാം രണ്ടു കൂട്ടരും അടിമത്തത്തിലേക്ക് പോയി. ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് നെബൂഖദ്നേസർ രാജാവിന്റെ നേതൃത്വത്തിൽ അവരെ പിടിച്ചിട്ട് ബാബിലോണിലേക്ക് പോയെന്നത് വേറെയൊന്നും അവരുടെ ആധിപത്യം ഇവിടെ വന്നു. പക്ഷെ എന്നാൽ അവരുടെ അടിമത്തത്തിൽ നിന്ന് അന്ന് ഒരു തിരിച്ചറിവുണ്ടായി. ആദ്യം യസ്രായുടെയും സിരുബാബേലിന്റെ നേതൃത്വത്തിൽ ആദ്യം തിരിച്ചു വന്നു. അതിനുശേഷം പിന്നീട് അതിന്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒടുവിൽ ആലയത്തിന്റെയും പട്ടണത്തിന്റെയും മതിലിന്റെയും പണി പൂർത്തീകരിക്കുന്ന നെഹമ്യാവിന്റെ കാലഘട്ടത്തിലാണ്. അതിന് പൂർത്തീകരിച്ചതിന് ശേഷം അവര് എല്ലാം പുനഃസ്ഥാപിച്ചു. ആ പുനഃസ്ഥാപിക്കപ്പെട്ട ജനം പിന്നീട് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പഴയതിലേക്കാൾ മോശമായിട്ട് പോയി. പക്ഷെ ആ പിന്മാറ്റത്തിന് വേറെ പ്രത്യേകത ഉണ്ടായിരുന്നു. അതാണ് ഈ മലാഖി പറയുമ്പോൾ ഈ പഴയ നിയമത്തിൽ ആദ്യത്തെ പിന്മാറ്റം എന്ന് പറഞ്ഞാൽ അത് വളരെ മ്ലേച്ഛകരമായ അവസ്ഥയിലേക്ക് പോയി വ്യാധിയുമായിട്ട് മിങ്കിൾ ചെയ്തൊക്കെയാണ്. പക്ഷെ ഈ പിന്മാറ്റം എന്ന് പറയുന്നത് അതിന്റെ തുടർച്ചയാണ് നമ്മുടെ കർത്താവ് വരുമ്പോഴും കാണുന്നത്. അന്ന് അവര് ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് ഭക്തന്മാരായിട്ടാണ് ജീവിക്കുന്നത്. അവർക്കെല്ലാം ഉണ്ട്. പുറമെ നോക്കിയാൽ ന്യായപ്രമാണം എല്ലാം അവർ കൃത്യമായിട്ട് അനുസരിക്കുന്നുണ്ട്. അവര് പെരുന്നാൾ ആചരിക്കുന്നുണ്ട്, ഉത്സവങ്ങൾ ആചരിക്കുന്നുണ്ട്, യാഗങ്ങളെല്ലാം കഴിക്കുന്നുണ്ട്, എല്ലാം ന്യായപ്രമാണം അനുസരിച്ച് ചെയ്യുന്നുണ്ട്. അതാണല്ലോ പരീശന്മാരെ കുറിച്ചും ഒക്കെ കാണുന്നത്. നമ്മൾ കർത്താവിന്റെ കാലം വരുമ്പോഴത്തേക്ക് പരീശന്മാർ ഇതെല്ലാം ചെയ്യുന്നവരായിരുന്നു. അതാണ് മലാഖി പ്രവചനത്തിൽ വരുമ്പോൾ ആ പിന്മാറ്റം ആ ഒരു രീതി തലത്തിലാണ്. അതായത് പുറമെ എല്ലാം നന്നായിട്ട് നടക്കുന്നു, എല്ലാം അവരുടെ പ്രമാണം അനുസരിച്ച് തന്നെയാണ് എല്ലാം. പക്ഷെ അവരുടെ ഉള്ളില് ദൈവഭക്തി യഥാർത്ഥത്തിലില്ലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് മലാഖി ചില കാര്യങ്ങൾ പറയുന്നത്. മലാഖിയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് കാണാം പല പല കാര്യങ്ങൾ. പക്ഷെ ആ ജനത്തിന് മനസ്സിലാവുന്നില്ല. ആവർത്തിച്ച് കാണുന്ന ഒരു പ്രത്യേകത, ഓരോ സമയത്തും അവരോട് പറയുമ്പോൾ അവരവരെ തിരിച്ചു ചോദിക്കുന്നു. നമുക്ക് തിരിച്ചു ചോദിക്കുന്നത് പല സ്ഥലത്ത് കാണും. അതിന്റെ രണ്ടാം വാക്യത്തിൽ കാണും, നിങ്ങൾ എന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നതാണ് അവർ ചോദിക്കുന്നത്. എങ്ങനെയാണ് അവർ നിങ്ങളെ സ്നേഹിച്ചത്? തിരിച്ചോട്ട് മറിയോതി അവർക്കൊന്നും അറിയാൻ പറ്റില്ല. അവർക്കൊന്നും അവർ പക്ഷേ വലിയ ഭക്തരെ പോലെ ജീവിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ പുതിയ വിശ്വാസികൾക്ക് വളരെ ഗൗരവത്തെ കാണേണ്ടതാണ്. എന്തുകൊണ്ടാണെയോ നമുക്ക് ഇതൊക്കെ സംഭവിക്കാം. നമുക്ക് എല്ലാ രീതിയിലുള്ള പുതിയ നിയമത്തിന്റെ ഫോം, അതിന്റെ എല്ലാ രീതിയിലുള്ള ഫോം എന്നുള്ള മലയാളത്തിൽ അതിന്റെ വേഷം അല്ലെങ്കിൽ അതിന്റെ ആ പുറമെയുള്ള എല്ലാ മാതൃകകളും പ്രമാണങ്ങളും ചട്ടകൂടം എല്ലാ രീതിയിലും ഉണ്ടാവും, എല്ലാം കൃത്യമായിട്ടുണ്ടാവും. പക്ഷേ അറിയത്തില്ല, ഒന്നും വരുമ്പോൾ കാണുകയല്ല. ഇവര് വീണ്ടും ചോദിക്കുന്നുണ്ട്. അതിന്റെ താഴോട്ട് വരുമ്പോൾ വീണ്ടും നിങ്ങൾ എന്നെ മലിനമാക്കി, എന്റെ യാഗത്തെ മലിനമാക്കി, എന്റെ യാഗത്തെ മലിനമാക്കി അർപ്പിക്കുക. ഒന്നും അവർ ചോദിക്കുന്നു, എങ്ങനെയാണ് ഞങ്ങൾ മലിനമാക്കിയത്? പിന്നെ ഏതിനാലാണ് നിങ്ങൾ മലിനമാക്കിയത്? വീണ്ടും ഈ ഭാഗത്ത് കുറെ പ്രാവശ്യം കാണാം. പിന്നെ ഒരു സ്ഥലത്ത് രണ്ടാം അധ്യായത്തിന്റെ അവസാനം വരുമ്പോഴത്തേക്ക് നിങ്ങൾ വാക്കുകൊണ്ട് നിങ്ങളെ യഹോവയെ ദുഷിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ ദുഷിപ്പിക്കുന്നത്? വീണ്ടും താഴോട്ട് വീണ്ടും അവരുടെ ചോദ്യങ്ങൾ ഇങ്ങനെ കാണാം. നമുക്ക് മൂന്നാം അധ്യായത്തിന്റെ അവസാനം വരുമ്പം നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വരികയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ ചോദിക്കുന്നത്, ഞങ്ങൾ എങ്ങനെയാണ് ഇനി മടങ്ങി വരേണ്ടത്? അത് ചോദിക്കുക, ഞങ്ങൾ എങ്ങനെ മടങ്ങി വരണം? പിന്നെ അതിന്റെ 8ാം അധ്യായത്തിൽ നിങ്ങൾ ദൈവത്തെ കൊള്ളയടിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അങ്ങനെ കൊള്ളയടിക്കുന്നത്? പിന്നെ വീണ്ടും നിങ്ങൾ എനിക്ക് എതിരായിട്ട് മോശമായിട്ട് സംസാരിച്ചത് 13ാം വാക്യത്തിൽ പറയുമ്പോൾ വീണ്ടും ചോദിക്കുന്നു, എന്താണ് ഞങ്ങൾ അങ്ങേക്കെതിരെ പറഞ്ഞത്? ഇങ്ങനെ ചോദ്യങ്ങളാണ്, മറിയോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ജനമാണ്. ഈ സംഭവം നമുക്ക് സംഭവിക്കാൻ പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗം നമ്മൾ
പഠിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. ഞാൻ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം പറഞ്ഞത് നമ്മൾ ഈ വിഷയത്തിലേക്ക്, ഈ നമ്മുടെ വേദഭാഗത്തിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ പിന്മാറിപ്പോയ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം തുടങ്ങുന്നത്, ഈ മലാഖി ആദ്യം തന്നെ തുടങ്ങുന്നത് പുരോഹിതന്മാരോടാണ്. എപ്പോഴും ദൈവത്തിൻ്റെ സഭയിൽ ന്യായവിധി വരുന്നത് ആദ്യം നേതൃത്വത്തിലേക്കാണ്. എപ്പോഴും പറയാറുണ്ടല്ലോ, പുതിയ ന്യായവിധി വരാൻ പോകുന്നത് നേതൃത്വത്തിലേക്കാണ്, അല്ലെങ്കിൽ നയിക്കുന്നവരിലേക്കാണ് ആദ്യം ദൈവത്തിന് ന്യായവിധി വരുന്നത്. മലാഖി ആദ്യം പുരോഹിതന്മാരോട് അവരുടെ വീഴ്ചയെക്കുറിച്ച് പറഞ്ഞു. നേരത്തെ അതിൻ്റെ നമ്മൾക്ക് വായിച്ച 1-ാം അധ്യായത്തിലേക്ക് നിങ്ങളെല്ലാം വായിക്കുമ്പോൾ മനസ്സിലാക്കുക, അവിടെ അവര് വളരെ ദൈവത്തിന് അവർ വളരെ നിസ്സാരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് പുരോഹിതന്മാരോട് പറയുന്ന കാര്യമാണ്. എന്നിട്ട് അവരോട് പറയുന്ന ആ ഭാഗമാണ് ഒന്നുപോലെ വായിക്കുമ്പോഴത്തേക്ക് അവരുടെ കാര്യം, നിങ്ങൾ എനിക്ക് മനസ്സിലാക്കിയാൽ എൻ്റെ നാമത്തിന് മഹത്വം നൽകാൻ മനസ്സിലാക്കാതിരുന്നതിനാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പഴയ കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാൻ കാര്യം, നിങ്ങളുടെ പിതാക്കന്മാരായ പുരോഹിതന്മാരെ, ലേവ്യരായിട്ടുള്ള നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുമായിട്ട് ഞാൻ എനിക്ക് ഉടമ്പടി ഉണ്ടായിരുന്നു. അവരെ എൻ്റെ ശുശ്രൂഷകരായിട്ട് ഞാൻ ആക്കിയത്. അത് ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങളെ ചില കാര്യങ്ങൾ പറയുന്നു. അവരെങ്ങനെയായിരുന്നു, അവരുമായിട്ട് അത് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത്. നമ്മൾ വായിച്ചത്, എൻ്റെ ഉടമ്പടി അവനോടൊപ്പം ഉണ്ടായിരുന്നു, ലേവ്യനുമായിട്ടുണ്ടായിരുന്നു. ലേവ്യ അതിനോട് വായിക്കുന്നതാണ്. ലേവിയോടുള്ള എൻ്റെ നിയമം നിലനിൽക്കേണ്ടതിന് ഈ ആജ്ഞ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ലേവിയോടുള്ള, അപ്പം ലേവ്യ പുരോഹിതന്മാരോടുള്ള അത് പറഞ്ഞുകൊണ്ടാണ് അവരുടെ കാര്യങ്ങൾ പറയുന്നത്. അവരെങ്ങനെയായിരുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ ഇപ്പോൾ വായിച്ച 5 പേരുടെ വാക്യങ്ങൾ. അതിൻ്റെ 5-ാം ഭാഗത്തിൻ്റെ അവസാന ഭാഗം ഒന്നുകൂടെ നമുക്ക് മറ്റേ ട്രാൻസ്ലേഷനിൽ, പഴയ ട്രാൻസ്ലേഷനിൽ ഒന്ന് വായിക്കാം ആരെങ്കിലും. മൈക്കിലൂടെ വായിക്കുകയാണെങ്കിൽ മൈക്കിലൂടെ വായിക്കാം. 2:5-6 മലാഖി. അവനോടുള്ള എന്റെ നിയമം ജീവനും സമാധാനവുമായിരുന്നു. അവൻ ഭയപ്പെടേണ്ടതിന് ഞാൻ അവന് അവയെ കൊടുത്തു. ഇനിയാണ് അവരുടെ സ്വഭാവം എന്താണെന്നുള്ള പറയുന്നത്. ശ്രദ്ധിക്കുക. അവൻ എന്നെ ഭയപ്പെട്ട് എന്റെ നാമനിമിത്തം വിറയ്ക്കുകയും ചെയ്തു. നേരിട്ട ഉപദേശം അവന്റെ വായിലുണ്ടായിരുന്നു. സത്യമായ ഉപദേശം അവന്റെ വായിലുണ്ടായിരുന്നു. നീതികേട് അവന്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. അവന്റെ അധരത്തിൽ ഒരു തെറ്റും കണ്ടില്ല. സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോടുകൂടെ നടന്ന് പലരെയും അകൃത്യം വിട്ടുതിരിയുമാറാക്കി. അവൻ സമാധാനത്തിൽ നടന്നു, അവൻ ഹൃദയപരമാർത്ഥത്തിൽ നടന്നു, അവൻ പലരെയും അകൃത്യത്തിൽ നിന്ന് പിന്തിരിച്ചു. മതി പലരെയും അകൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഇവിടെ പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഇത് ആരുടെ സ്വഭാവമായിട്ടാണ് സവിശേഷതകളായിട്ട് പറഞ്ഞിരിക്കുന്നത്? അന്ന് പഴയ നിയമ പുരോഹിതന്മാരിൽ കണ്ടിരുന്ന സവിശേഷതകളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പത്രോസിന്റെ വാക്യത്തിലേക്ക് വരാം. പത്രോസ് എന്താ പറഞ്ഞത്? നമ്മളാരാന്നാ പറഞ്ഞത്? രാജവിരോധമായിരുന്നു. അപ്പൊ പഴയ നിയമ വിശുദ്ധന്മാരെ, പഴയ നിയമത്തിലെ പുരോഹിതന്മാരുടെ ആ സ്വഭാവങ്ങൾ ഇന്ന് ആർക്ക് വേണം? ഇന്ന് വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും വേണം. ദൈവത്തിന് നേരിട്ട് ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് ആ ശുശ്രൂഷ, പൗരോഹിത്യ ശുശ്രൂഷ ലഭിച്ചിരിക്കുമ്പോൾ നമ്മളെയും കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് ഈ പ്രത്യേക സ്വഭാവ സവിശേഷതകളാണെന്നുള്ളത് മനസ്സിലാക്കാം. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഈ സ്വഭാവ സവിശേഷതകളെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിന്ന് ഈ പൽക്കാലം നമ്മുടെ കർത്തവ്യ ശുശ്രൂഷിക്കുമ്പോഴുള്ള ആ ആത്മപരിശോധന, നമ്മളെ തന്നെ ശോധന ചെയ്യുവാനായിട്ട് നമുക്ക് എടുക്കാം. ഒരു പുതിയ നവീകരണം, പുതിയ പുതുക്കമാക്കി അപ്പോൾ അങ്ങനെ നമുക്ക് ലഭിക്കട്ടെ. അതിനായിട്ട് നമുക്ക് അത് സത്യസന്ധമായിട്ട് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഒരു നോക്കുകയാണെങ്കിൽ 6 കാര്യങ്ങൾ കാണാം. 6 കാര്യങ്ങൾ അല്ലെങ്കിൽ 7 ഞാൻ 2 കാര്യങ്ങൾ ആദ്യത്തെ 2 ചേർത്താണ് പറഞ്ഞത്. 6 കാര്യങ്ങൾ നമുക്ക് കാണാം. എന്താണ്? 1, അവർ ദൈവത്തെ ഭയപ്പെടുകയും ദൈവനാമത്തിൽ വർക്കുകയും ചെയ്തു. അതുപോലെ 2 പറയാം, ദൈവത്തെ ഭയപ്പെടുകയും ദൈവനാമത്തിൽ വർക്കുകയും ചെയ്തു. 2ാമത് അവരുടെ വായിൽ സത്യ ഉപദേശം ഉണ്ടായിരുന്നു. സത്യമായ ഉപദേശമാണ് ഉപദേശം ഉണ്ടായിരുന്നത്. തെറ്റായിട്ടുള്ളതൊന്നും അവരുടെ വായിൽ നിന്ന് വന്നില്ല. അവന്റെ അധരത്തിൽ ഒരു തെറ്റുമുണ്ടായിരുന്നില്ല. 4ാമത് അവരെപ്പോഴും സമാധാനം അനുഭവിച്ചുകൊണ്ടിരുന്നു, സമാധാനത്തിൽ നടന്നു. 5ാമതായിട്ട് അവർ ഹൃദയ പരമാർത്ഥതയോടെ ദൈവത്തിന്റെ കൂടെ നടന്നു. 6ാമതായിട്ട് അവർ പലരെയും അകൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഇതൊക്കെ ആരുടെ സ്വഭാവമാകണം? ഇന്ന് പുതിയ വിശ്വാസികളായ നമ്മൾ നമ്മുടെ സ്വഭാവമായി മാറേണ്ട കാര്യങ്ങളായിട്ട് ഇതിനെ മനസ്സിലാക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? കാണണം. നിങ്ങൾ ബൈബിൾ സ്റ്റഡിയുടെ സമയത്ത് നമ്മളിങ്ങനെ ഇത് വായിച്ച് ഇങ്ങനെ വിട്ടെങ്കിലും
നമ്മളൊരു ആഴത്തിലുള്ള പരിശോധനയ്ക്ക് സമയം കിട്ടി, നമ്മൾ എടുത്തില്ല. എന്നാൽ നമുക്ക് ആലപ്പുഴയിലുള്ളവർക്കും അതിൽ നിന്ന് നമുക്കത് വീണ്ടും ഇതൊന്നുകൂടെ നമുക്ക് പരിശോധിക്കാം. ഇതിൻ്റെ ഈ 6 പ്രധാനപ്പെട്ടതായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഊന്നൽ കൊടുത്ത് ചിന്തിക്കാം. അത് രണ്ടെണ്ണത്തിന് രണ്ട് കാര്യങ്ങൾക്ക് രണ്ടെണ്ണത്തിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ബാക്കിയൊക്കെ അതിൻ്റെ കൂടെ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായിരിക്കും അത് ഏറ്റവും പ്രധാനപ്പെട്ടത്? എന്താണ്? ആദ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്താണ്? ദൈവത്തെ ഭയപ്പെട്ടത്. ദൈവത്തോട് ഉള്ള ദൈവഭയം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ടാവും. ഈ ദൈവഭയം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താണ് വാസ്തവത്തിൽ ദൈവഭയം? ദൈവത്തോടുള്ള ഭക്തി, ആദരവ്, ബഹുമാനം, അതാണ് ഭയം. ദൈവഭയം എന്ന് പറയുന്നത്. അല്ലാതെ എന്താ പേടി, അതല്ല. ദൈവത്തോടുള്ള ദൈവഭയം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് മുമ്പാകെയുള്ള നമ്മുടെ ഒരു ആദരവും ബഹുമാനവും പ്രകടിപ്പിക്കുന്ന ഒരു മനോഭാവമാണ്, അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ദൈവഭയം എന്ന് പറയുന്നത്. ലേവ്യരുടെ പൂർവ്വപിതാക്കന്മാരെ അവരെ ഇത് ഏൽപ്പിക്കുമ്പോൾ തന്നെ അവരിൽ ആ പ്രത്യേകത ഉണ്ടായിരുന്നുകൊണ്ടാണ് അവരെ ശുശ്രൂഷ ഏൽപ്പിച്ചത് തന്നെ നമുക്ക് കാണാം. പുറപ്പാട് പുസ്തകത്തിലെ ആ വാക്യം, പുറപ്പാട് പുസ്തകം നോക്കാം. പുറപ്പാട് പുസ്തകം ആ ചരിത്രം കൂടെ നമുക്ക് നോക്കാം. എന്താണ് അവരെ ഈ ലേവ്യരെ തിരഞ്ഞെടുക്കാനുള്ള കാര്യം തന്നെ അവരുടെ ആ ഒരു എരിവായിരുന്നു. അവരുടെ ആ ദൈവത്തോടുള്ള, ദൈവത്തിന്റെ നാമത്തിന് കൊടുത്തിരുന്ന മഹത്വം കൊടുക്കാനുള്ള അവരുടെ ആ തീഷ്ണതയായിരുന്നു. അല്ലെങ്കിൽ അവരോട് അതായിരുന്നു അവരുടെ ദൈവഭക്തി. ദൈവഭക്തി എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ ദൈവത്തോടുള്ള ആ ബഹുമാനം എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് കാണാം. പുറപ്പാട് പുസ്തകം 32 നമുക്ക് ആ ചരിത്രം അറിയാം. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്താണ് കാണുന്നത്? എല്ലാവർക്കും അറിയാവുന്നവരല്ലേ, ചരിത്രം അറിയാവുന്നവരല്ലേ? മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു കാഴ്ച കാണുന്നുണ്ട്. അത് ഭയങ്കര ആഘോഷം നടക്കുന്നു. കാളക്കുട്ടിയെ വെച്ച് ആഘോഷിക്കുന്നതാണ്. ഇവിടെ ഘോഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. വലിയ ആഘോഷം നടക്കുകയാണ് ഇവിടെ. 32-ാം അധ്യായത്തിലാണിത്. അപ്പോൾ അവിടെ അതിൻ്റെ 26 ജനം ഇങ്ങനെ നിയന്ത്രണം വിട്ടവരായിട്ട് അവരെ കെട്ടഴിച്ചു വിട്ടുവന്ന് തന്നിമിത്തം ശത്രുക്കളുടെ മുമ്പിൽ അവർ പരിവേശരായി എന്ന് മോശമുണ്ട്. മോശ പാളയത്തിന്റെ വാതിൽ നിന്നുകൊണ്ട് ഒച്ചത്തിൽ പറഞ്ഞു. എന്താ പറയുന്നത്? യഹോവയുടെ പക്ഷത്തുള്ളവർ എന്റെ അടുക്കലേക്ക് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആരാ വന്നത്? ലേവ്യരാണ് വന്നത്. ലേവ്യർ മാത്രമേ വന്നുള്ളൂ. അതുകൊണ്ടാണ് അവരെ ദൈവം പറഞ്ഞു, ഇവരെ ഞാൻ വേർതിരിച്ചിരിക്കുന്നു, എനിക്കായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇവരെ ഞാൻ വേർതിരിച്ചിരിക്കുന്നു. അപ്പോൾ ആ തീഷ്ണത ഉണ്ടായിരുന്നവരാണ് ജനം. അതാണ് ആ പുരോഹിത ശുശ്രൂഷയിൽ പുരോഹിതന്മാർക്കുണ്ടാകുന്ന ഒന്നാമത്തെ സവിശേഷത. ദൈവത്തോടുള്ള ആ ബഹുമാനം, ആദരവ്, ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ തീഷ്ണത, എരിവ്. മറ്റൊരു ലേവ്യനായിട്ടുള്ള ആളുടെ ഒരു അനുഭവം നമുക്കറിയാം. ഫിനഹാസ് ലേവ്യനായിരുന്നു. ഫിനഹാസിന്റെ എരിവിനെ കുറിച്ച് നമ്മൾ സംഖ്യാപുസ്തകത്തിൽ കാണുന്നുണ്ട്. എന്താണ്? സംഖ്യാപുസ്തകം അതിൻ്റെ 25-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ എലിയാസാറിന്റെ പുത്രൻ ഫിനഹാസ് ഇത് കണ്ടപ്പോൾ സഭയിൽ എഴുന്നേറ്റ് കുന്തം കയ്യിലെടുത്ത് അത് ചരിത്രം അവിടെ എന്താ എല്ലാവർക്കും അറിയാം. അതിൻ്റെ മുകളിലോട്ടുള്ള കാര്യത്തിൽ ഒരു ഇസ്രായേലിയൻ വിജാതീയ സ്ത്രീയെ കല്യാണം കഴിച്ചത് മാത്രമല്ല, ധൈര്യമായിട്ട് സഭയുടെ മുമ്പാകെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വളരെ ധൈര്യത്തോടുകൂടി നടന്നു. അത് കണ്ടപ്പോൾ അവന്റെ കോപം ജ്വലിച്ചു. ആ തീഷ്ണത, ദൈവത്തോടുള്ള ദൈവനാമം ദുഷിക്കുന്നു എന്നുള്ള കാര്യം കണ്ടിട്ട് അവൻ അപ്പോൾ തന്നെ കുന്തം കൊണ്ട് ആ ഇസ്രായേലിനെയും സ്ത്രീയെയും കുന്തം കൊണ്ട് ഉദരം തുളയ്ക്കുമാർ കുന്തം കൊണ്ട് കുത്തി എന്ന് നമ്മൾ കാണുന്നു. ആ തീഷ്ണത ഒരു ലേവ്യനായിട്ടുള്ള ഫിനഹാസിന്റെ ആ തീഷ്ണത നമ്മളവിടെ കാണുന്നു. ദൈവഭയം എന്നുള്ളതിന്റെ ആ നമ്മുടെ മനസ്സിലേക്ക് വരണം. ഒരു ചിത്രം എന്താണ് ദൈവത്തിന് മുമ്പായ ആദരവ് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു പാട്ട് പാടി. എന്താ പാടിയത്? ആവർത്തിച്ച് പാടി. അതല്ല, ഓരോ പ്രാവശ്യം കോറസിൽ പാടുക. എന്താണ്? ജീവനും എൻ്റെ സർവസ്വവും
നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് പറയുന്നു. അതാ ദൈവഭക്തിയിൽ നിന്ന് ആയിരിക്കും ആ പാട്ട്. ഞാനത് പാടിയപ്പോഴത്തേക്ക് ഹൃദയത്തിൽ ദൈവസഭയിൽ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് കർത്താവെ പലതാണ് പാടിയിട്ടുണ്ട്. സത്യമാണ് എൻ്റെ വാക്ക് പോലെ ഇത് ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തുകൊണ്ടുള്ള സമർപ്പണമാണ് ദൈവത്തിന് മുമ്പാകെയുള്ള ആരാധന. ഇവര് ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട് ദൈവത്തെ ഭയപ്പെട്ട അങ്ങനെയല്ലേ ഒരു ഫ്രേസ് നമുക്ക് ആവർത്തന പുസ്തകത്തിൽ കാണാം. ആരാധന എന്ന് പറയുമ്പോൾ തന്നെ ദൈവഭക്തിയിൽ നിന്ന് വരുന്നതാകണമെന്നാണ് അവിടെ പറയുന്നത്. ആവർത്തന പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവയെ മാത്രം നീ ഭയത്തോടെ ആരാധിക്കണം. ഇനി വേറൊരു സ്ഥലത്ത് ഭയഭക്തിയിൽ നിന്നുള്ള ആരാധന എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അല്ല എന്നാലും ഇവിടെ അത് പറയുന്നുണ്ട് 13-ല് യഹോവയെ മാത്രം നീ ഭയത്തോടെ സേവിക്കണം. ഇവിടെ ആരാധിക്കണമെന്നാണ് എൻ്റെ ഇതിൽ. ഭയത്തോടെ ആരാധിക്കണം. ഭയഭക്തി ആ ബഹുമാനത്തിൽ നിന്ന് ആദരവിൽ നിന്ന് വരുന്നതായിരിക്കണം ആരാധന. ഇതിൻ്റെ ഒരു ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് കാണാം. എബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്കത് കാണാം. എബ്രഹാം എന്താണ് ചെയ്തത്? നമ്മൾ ആ അനുഭവങ്ങൾ ഈ ഓരോ കഥാപാത്രങ്ങൾ അവരുടെ കഥാപാത്രങ്ങളായിട്ടുള്ള ഈ ജീവിച്ചിരുന്ന വ്യക്തികളാണ്, പ്രയോജന വിശുദ്ധന്മാരാണ്. അവരുടെ ജീവിതത്തിൽ അവർ എങ്ങനെയാണ് ദൈവത്തെ കണ്ടതെന്നുള്ളതാണ് നമുക്ക് പാഠമാകേണ്ടതാണ്, അനുഭവമാകേണ്ടത്. അത്തരത്തിലുള്ള ഒരു ബഹുമാനം ആദരവ് ദൈവത്തിന് കൊടുക്കുന്നതാണ് യഥാർത്ഥ ദൈവഭക്തി. അല്ലാതെ നമ്മൾ ഭക്തി എന്ന് പറയുന്നത് പാട്ട് പാടുന്നതോ ഭക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയോ അല്ലാതെ മറ്റു ചില കാര്യങ്ങൾ അത് അങ്ങനെ വെച്ചോണ്ടിരിക്കാം. അതാണ് ഇവർക്ക് പറ്റിയത്. ഇവർക്ക് ആ ഫോം ആ ചട്ടക്കൂടത്തിൽ നിൽക്കാം. ചട്ടക്കൂടത്തിൽ നിൽക്കുന്നതല്ല യഥാർത്ഥ ദൈവഭക്തി. യഥാർത്ഥ ദൈവഭക്തി ഹൃദയത്തിൽ നിന്ന് വരുന്ന ദൈവത്തോടുള്ള ഒരു ആരാധനയാണ്. ആരാധന എന്ന് പറയുമ്പോൾ സമർപ്പണമാണ്, ദൈവത്തിന് കൊടുക്കുന്ന ബഹുമാനമാണ്. ആ ബഹുമാനത്തിൽ നിന്ന് വരുന്ന സമർപ്പണം നമുക്ക് കാണാം. എബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് കാണാം. എബ്രഹാം ഉൽപ്പത്തി 22 ആ കഥ എല്ലാവർക്കും അറിയാം. ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പോകുന്നു. എബ്രഹാം എന്താ ചെയ്തത്? അവിടെ മലയിലേക്ക് പോകുമ്പോൾ അവരോട് പറഞ്ഞു, എന്താണ് ഞാൻ ആരാധന നടത്തി മടങ്ങി വരട്ടെ. അന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആരാധനയായിട്ടാണ് കാണുന്നത്. എന്തിനെയാണ് ആരാധനയായിട്ട് കാണുന്നത്? എന്തിനാണ് തൻ്റെ മകനെ എന്നുള്ളതല്ല, തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടവൻ അല്ലെങ്കിൽ താൻ ഏറ്റവും വിലമതിക്കുന്നതിന് ദൈവത്തിന് കൊടുക്കാൻ പോകുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? ആരാധന എന്ന് വിളിച്ചിരിക്കുന്നത്. അത് കണ്ടിട്ട് ദൈവം എബ്രഹാമിനോട് പറയുന്നത് എന്താണ്? 12-ാം വാക്യം, ബാലിന്റെ മേൽ കൈവയ്ക്കരുത്. നിന്റെ മകനെ നീ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു. സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയത്? ഏറ്റവും വലുത്, ഏറ്റവും വിലപ്പെട്ടത് ദൈവത്തിന് കൊടുത്തതിനെയാണ് ദൈവം എന്തായിട്ട് പറഞ്ഞിരിക്കുന്നത്? നീ എന്നെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇതാണ് ദൈവഭയം എന്ന് പറയുന്നത്. എന്താണ്? ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടിയുള്ള സമർപ്പണം. ദൈവമാണ് ഏറ്റവും വലുത്. ദൈവത്തിന് എല്ലാറ്റിനും വലുതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിന് ഏറ്റവും എൻ്റെ ജീവിതത്തിന്റെ എല്ലാം ഞാൻ ദൈവത്തിന് കൊടുക്കുന്നുവെന്ന് പാട്ടുപാടിയാൽ പോരാ, അത് കൊടുക്കണം. ആ കൊടുക്കുന്നിടത്താണ് യഥാർത്ഥ ദൈവഭക്തി. ജീവനും എൻ്റെ സർവസ്വവും. സാഗ്ബസ് പറയാറില്ലേ, ഞായറാഴ്ച ദിവസമാണ് ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത് പാട്ടുപാടി. സത്യത്തിൽ ഈ ജീവൻ കൊണ്ട് കൊടുക്കുന്നുവെന്ന് പാട്ട് പാടിയിട്ട് എന്തിനാ വെറുതെ ഇങ്ങനെ കള്ളം പാടുന്നത്? സത്യസന്ധമായിട്ട് നമ്മൾ ആ പാട്ട് പാടണം. പാട്ട് പാടാൻ നമുക്ക് പറ്റും. നമ്മൾ വാസ്തവത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നവരാണെങ്കിൽ ജീവനും എൻ്റെ സർവസ്വവും അർപ്പിക്കുന്നു എന്ന് പറയും. അപ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ അത് മാറ്റി രൂപാന്തരപ്പെടുത്തും. ദൈവഭയം അതാണ്. നമുക്ക് ദൈവഭയമുള്ള വേറെ ആളെ നമുക്ക് കാണും. അന്ന് ഇവർക്ക് ന്യായപ്രമാണമൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷെ സദൃശവാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. സദൃശവാക്യത്തിൽ ആവർത്തിച്ച് കാണുന്നു. ദൈവഭയം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേക അത് വെളിപ്പെടുന്നത് അതിൻ്റെ 8:13 യഹോവ ഭക്തി 8:13 യഹോവ ഭക്തി. അതാണ് 8:13. ആരെങ്കിലും വായിക്കാതെ അങ്ങ് പറയോ? അതാണ്
അത് യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാവുന്ന ഒരു ബാക്കി എല്ലാവരും കാണാൻ അറിയാം, അതുകൊണ്ട് അതങ്ങ് പറഞ്ഞു. യഹോവഭക്തി ദോഷത്തെ വെറുക്കുന്നു. ദോഷത്തെ വെറുക്കുന്നു. ഞാൻ യഹോവഭക്തി ദോഷത്തെ വെറുക്കുന്നു. 8:13 9:10 കൊല്ലുമുണ്ട്. 9:10 9:10 അത് തന്നെ. യഹോവഭക്തിയാണ് ഒന്നാം അധ്യായത്തിലും ഉണ്ട്. യഹോവഭക്തി ഇപ്പൊ പറഞ്ഞത് ദോഷത്തെ വെറുക്കുന്നു. അത് തന്നെ ഒന്നുകൂടെ ഉണ്ട്, ഒരു വാക്യം കൂടെ ഉണ്ട്, സദൃശ്യവാക്യം 16:6. യഹോവഭക്തി നിമിത്തം മനുഷ്യൻ ദോഷം വിട്ടകലുന്നു. യഹോവഭക്തി നിമിത്തം മനുഷ്യൻ ദോഷം വിട്ടകലുന്നു. പക്ഷെ ഈ ദൈവഭക്തി ഹൃദയത്തിലുള്ള ഈ പ്രമാണമൊക്കെ വായിച്ചിട്ട് നമുക്ക് വാസ്തവത്തിൽ ഈ കാര്യം മനസ്സിലാക്കുന്നുണ്ടോ? എന്നാൽ ഇത് ഹൃദയത്തിലുണ്ടായിരുന്ന ഒരാളെ നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തില് പൊത്തിഫേറിന്റെ ഭവനത്തിൽ യോസഫ് ആ സ്ത്രീയുടെ പ്രലോഭനത്തിൽ അവന്റെ യജമാനന്റെ ഭാര്യയായിരുന്ന സ്ത്രീ അവനെ പ്രലോഭിപ്പിച്ചപ്പോൾ അവൻ എന്തുകൊണ്ട് അവർ വിട്ടോടി? നമ്മൾ സദൃശവാക്യം വായിക്കുന്നത് നമുക്കെന്ത് പറയാം? അത് യഹോവഭക്തി അവൻ അകത്തി വിട്ടോടിയെന്ന്. പക്ഷെ അന്ന് അവന്റെ ഉള്ളിൽ ദൈവത്തോടുള്ള ആ ഭയം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും ഹൃദയത്തിലുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്, എന്താണ് ദൈവത്തോട് പാപം ചെയ്യാൻ എനിക്ക് എങ്ങനെ കഴിയും എന്ന് ചോദിക്കുന്ന ചോദ്യം ആ ഒരു ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ദൈവത്തോടുള്ള ബഹുമാനം, ആദരവ്. പ്രിയമുള്ളവരെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തോടുള്ള ബഹുമാനവും ആദരവും. ദൈവത്തെ അവർ വലുതായി കണ്ടു. മറ്റൊരു ഉദാഹരണം, ഇന്നലെ ജയിക്കുന്നവരുടെ വീട്ടിൽ ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നപ്പോൾ ഒരു വേദഭാവം വായിച്ചപ്പോൾ അവിടെ ഞാൻ അത് ശ്രദ്ധിച്ചത് അതായിരുന്നു. പെട്ടെന്ന് ശമൂവേലിന്റെ പുസ്തകം വായിച്ചില്ല ഇന്നലെ. വേറെ 1 ശമൂവേൽ 24-ാം അധ്യായം വായിച്ച് 24-26 വായിച്ചില്ലായിരുന്നു. എന്നാൽ അവിടെ 1 ശമൂവേലോ 2 ശമൂവേലോ അവിടെ ഒരു കാര്യം അത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ ഒരു ചിന്തയോട് ചേർത്ത് അവിടെ ഒരു കാര്യം നമുക്ക് കാണാം. ദാവീദിന്റെ ഒരു ദൈവഭയം നമുക്ക് കാണാം. അതെ, 26 1 ശമൂവേൽ 26 ദാവീദ് ശൗലിനെ തന്റെ കൈ കിട്ടുകയാണ് കൊല്ലാനായിട്ട്. 26:9 വരെ വായിക്കുമ്പോഴത്തേക്ക് അവിടെ എന്താ കാണുന്നത്? അദ്ദേഹത്തെ നശിപ്പിക്കരുത്. ദാവീദിന്റെ കയ്യിലായിട്ട് കിട്ടുകയാണ്. അവന്റെ ശത്രുവായിട്ട് നിൽക്കുകയാണ്, ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത്. അവനെ കൊല്ലാൻ നടക്കുന്ന ആളാണ് ശൗലിനെ അവന്റെ മുമ്പിൽ വെറുതെ കിട്ടും. അവന് വേണമെങ്കിൽ അപ്പോൾ ശൗലിനെ നശിപ്പിക്കാം. പക്ഷെ ദാവീദ് പറയുന്നത് എന്താണ്? അഭിഷക്തനെ എന്റെ യഹോവയുടെ അഭിഷക്തന്റെ നേരെ കാലമുയർത്താൻ തീട്ട നിർദോഷിയായിരിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? എനിക്കെങ്ങനെ നിർദോഷിയായിരിക്കാൻ കഴിയും? ഈ ചോദ്യം എവിടെ നിന്ന് വന്നു? ഹൃദയത്തിൽ നിന്നുള്ള ദൈവത്തോടുള്ള ഭയഭക്തി. തന്റെ അഭിഷക്തന്റെ മേൽ ഞാൻ കൈവെക്കുന്നതിന് യഹോവ ഇടവരുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പിന്മാറുന്നു. അതാണ് ദൈവഭക്തി. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒന്നാണ്. ദൈവത്തിന് 1-ാം സ്ഥാനം എല്ലാത്തിനും കൊടുക്കുക. നമ്മുടെ സമയവും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം ഏറ്റവും വിലപ്പെട്ടത് ദൈവത്തോട് നമുക്ക് കൊടുക്കാൻ ഇഷ്ടമായി. ഏതാ എല്ലാം കഴിഞ്ഞിട്ട് മിച്ചമുള്ളത് ദൈവത്തിന് കൊടുക്കുന്നതാണല്ല ദൈവഭക്തി. യഥാർത്ഥ ദൈവത്തിന്റെ മുമ്പാകെയുള്ള ഭക്തി എന്ന് പറയുന്നത്, ദൈവത്തിനോടുള്ള ഭക്തി എന്നുള്ള വാക്ക് നമ്മൾ വേറെന്തോആണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, ഭക്തി എന്ന് പറഞ്ഞാൽ ഈ ഒരു മതപരമായ എന്തോ ഒക്കെ ചേർന്ന് വരുന്ന എന്തോ ഒരു സംഭവമായിട്ട് ആ ഭക്തി എന്ന് വിചാരിച്ചിരിക്കുന്നത്. ദൈവഭക്തി എന്ന് പറയുന്നത് മതപരമായ എന്തോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ല. ദൈവഭക്തി എന്ന് പറയുന്നത് ദൈവത്തെ ഏറ്റവും മുഖ്യമായി കണ്ടുകൊണ്ട്, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട്, ദൈവത്തിന് എൻ്റെ എല്ലാ പ്രധാനപ്പെട്ട എൻ്റെ ജീവിതത്തിന്റെ എല്ലാം ദൈവത്തിന് ഒന്ന് കൊടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതാണ് ഭക്തി. അതാണ് ആരാധന പോലും. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് സമ്പൂർണ്ണമായിട്ട് കൊടുക്കുന്നതാണ് ആരാധന. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ആരാധന നമുക്കുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം കൊടുക്കുന്നുണ്ട്, സമർപ്പിച്ചിട്ടുണ്ട്. പാട്ട് പാടുന്നതല്ല ഞാൻ പറയുന്നത്. വാസ്തവത്തിൽ
കൊടുത്തിട്ടുണ്ടോ? നമ്മളിന്ന് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ജീവിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തെ അനുകൂലിക്കുവാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഇഷ്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദൈവം എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് ആ രീതിയിൽ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് പോകുന്നു. അതല്ല ദൈവഭക്തി. പ്രിയമുള്ളവരെ, പുതിയ നിയമവിശ്വാസികളായ നമ്മളോട് ദൈവാത്മാവെന്ന് രാവിലെ പറയുന്നു. പഴയ നിയമ പുരോഹിതന്മാരുടെ ജീവിതത്തിൽ അവരുടെ ആ ദൈവഭക്തിയെ ദൈവം അംഗീകരിച്ചെങ്കിൽ ഇന്ന് പൗരോഹിത്യ ശുശ്രൂഷ ലഭിച്ചിരിക്കുന്നത് നമ്മൾ അതേ എരിവോടും തീഷ്ണതയോടുകൂടെ ദൈവത്തിനും ആ ഭയഭക്തിയോടുകൂടി നിൽക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മൾ അതിന് വേണ്ടിയിട്ട് മനസ്സുവയ്ക്കുന്നവരാകാം. നമുക്ക് പരിശോധിക്കാം നമ്മൾ എത്രത്തോളം സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത്. നമ്മുടെ സമർപ്പണത്തിൻ്റെ ശൂന്യത നമുക്ക് കാണാം. നമ്മുടെ പറച്ചിലല്ലാതെ യഥാർത്ഥത്തിലുള്ള സമർപ്പണത്തിൽ എത്രമാത്രം ആഴം കുറഞ്ഞതാണെന്നുള്ളത് നമുക്ക് കാണാം. ഒരു വാക്യം കൂടെ ഈ ബന്ധത്തിൽ പറയട്ടെ. പുതിയ നിയമവിശ്വാസികൾക്ക് പുതിയ നിയമത്തിൽ ഒരു വാക്യം, ഇതുവരെ പഴയ നിയമം പറഞ്ഞുകൊണ്ട് പുതിയ നിയമം പറഞ്ഞില്ലെങ്കിൽ ചിലർക്ക് പുതിയ നിയമത്തിൽ ഒരു വാക്യം ഇവിടെ കിട്ടിയാലേ ഒരു ഒരു ഇതുള്ളൂ. നമ്മൾ പുതിയ നിയമ വിശ്വാസികളല്ലേ. പുതിയ നിയമത്തിൽ റോമാലയത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നതിനാൽ അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. അവിടെ അത് തന്നെയാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നതിനാൽ, ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്ന വാക്യം റോമർ 1:21. റോമർ 1:21 എന്താണ്? ദൈവത്തെ അറിഞ്ഞിട്ടും മഹത്വീകരിക്കാതിരിക്കും. മതി, അത് ദൈവമെന്നോർത്ത് മഹത്വീകരിക്കും. പിന്നെ നന്ദി പറയട്ടെ. ദൈവമെന്നോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നതിനാൽ അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. പ്രിയമുള്ളവരെ, അപ്പൊ പുതിയ ദൈവത്തിനും അതിന് പ്രാധാന്യമുണ്ട്. എന്ത്? ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവമെന്നോർത്തവന് വേണ്ട മഹത്വം കൊടുക്കും. നമ്മൾ വളരെ അലസരായിട്ടിരിക്കുന്നു. നമ്മൾ സഭായോഗത്തിന് വരുമ്പോൾ പോലും നമ്മൾ ദൈവസാന്നിധ്യത്തിന് മുമ്പിലാണ് ഇരിക്കുന്നതെങ്കിലും നമ്മൾ എങ്ങനെ ഇരിക്കും? ഉത്സാഹമുള്ളവരായിട്ടിരിക്കും. ദൈവസാന്നിധ്യത്തിന് മുമ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ, സഭായോഗത്തിന് വന്നിരിക്കുമ്പോൾ ദൈവസാന്നിധ്യത്തിന് മുമ്പാണ് ഇരിക്കുന്നതെങ്കിലും നമുക്ക് ഒരു ഉത്സാഹം ഉണ്ടായിരിക്കും, ഒരു ക്ഷീണം ഉണ്ടാകത്തില്ല. നമ്മൾ വളരെ ഉണർന്നിരിക്കും. ദൈവത്തിന് മുമ്പിലാണ് ഇരിക്കുന്നത്. എൻ്റെ ഏറ്റവും വിലപ്പെട്ടതല്ലേ, എൻ്റെ ഏറ്റവും വിലപ്പെട്ടത് കൊടുക്കാനായിട്ടല്ലേ ഞാൻ ഇരിക്കുന്നത്. ആ മനോഭാവത്തോടുകൂടി ഇരിക്കും. ഇത് നമ്മൾ വളരെ അലസരായിട്ടോ അല്ലെങ്കിൽ വളരെ കാഷ്വലായിട്ടോ നമ്മൾ വരുന്നു, ഒരു പതിവ് പരിപാടി പോലെ പോകുന്നു. ജീവനുവിൻ്റെ സദസ്സ് പാട്ട് പാടുന്നു, അതോടെ തീരുന്നു. നമുക്ക് സത്യസന്ധമായിട്ട് പരിശോധിക്കാം. ഈ അടുത്ത വാദവതിയാണ് രണ്ടാമത്തെ ഗൗരവമുള്ള കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ ഹൃദയപരമാർത്ഥതയുള്ളവരായിരുന്നു. ആ ഹൃദയപരമാർത്ഥതയോട് ചേർന്ന് വരും അവിടുത്തെ വേറെ രണ്ട് കാര്യങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവരുടെ ആദരത്തിൽ തെറ്റൊന്നുമില്ലായിരുന്നു, അവരെപ്പോഴും സത്യം സംസാരിച്ചു എന്നുള്ളത്. സത്യത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഓർക്കണം, ഈ ദൈവമുമ്പാകെയുള്ള സത്യസന്ധത എന്ന് പറയുന്നത് നമ്മൾ ഇവരുടെ ഒരു സ്വഭാവ സവിശേഷതയായിട്ട് പറഞ്ഞിരിക്കുന്നു. അവർ സത്യസന്ധയുള്ളവരായിരുന്നു എന്ന്, ഹൃദയപരമാർത്ഥതയോടെ നടന്നു എന്ന്. നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മുടെ ഈ ദൈവമുമ്പാകെയുള്ള സത്യസന്ധത എത്രത്തോളം സത്യമാണ്. നമുക്കറിയാം വചനങ്ങളെല്ലാം വ്യാജം ഉപേക്ഷിക്കണം. എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, വ്യാജം ഉപേക്ഷിക്കണം. കൊലോസ്യ ലേഖനത്തിൽ വ്യാജം പറയരുത്. കൊലോസ്യ ലേഖനത്തിൽ, റോമാലേഖനത്തിലൊരു വാക്യം, നിങ്ങളുടെ സ്നേഹം നിർവ്യാജമായിരിക്കണം. ഇങ്ങനെ പല വാക്യങ്ങളും നമ്മൾ പലപ്പോഴും സഭയിൽ കേൾക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ എത്രത്തോളം സുതാര്യമായിട്ട് നമ്മളെ കാണുന്ന ഒരാൾ നമ്മളിൽ ഉള്ളത് പോലെയാണോ കാണുന്നത്? നമ്മുടെ ഹൃദയത്തിലുള്ളത് അതുപോലെ നമുക്ക് മറ്റൊരാളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നുണ്ടോ? ഹൃദയത്തിൽ എന്തിരിക്കുകയും പുറമെ കാണിക്കുന്നത് മറ്റൊന്നുമായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? പരിശോധിക്കണം. നമ്മുടെ സത്യസന്ധത എത്രത്തോളം ദൈവമുമ്പാകെ പൂർണ്ണമാണെന്നുള്ളത് പരിശോധിക്കണം. ദൈവമുമ്പാകെ എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലാകെ നമ്മൾ എത്രത്തോളം സത്യസന്ധത പുലർത്തുന്നവരാണെന്നുള്ളത് പരിശോധിക്കണം. നമ്മുടെ ഭാവങ്ങൾ, നേരത്തെ പറഞ്ഞില്ലേ, ഭാവം. അന്ത്യകാലത്തെ കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന അവസാന നാളില് ഭക്തിയുടെ വേഷം ധരിച്ച് ഒരുപാട് പേരുണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ച് ആകരുത് വ്യാജഭാവം. അത് വലിയൊരു ചതിയാണ്. ഇവിടെ പുരോഹിതന്മാരുടെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുന്നത് അവരിൽ ഹൃദയ പരമാർത്ഥതയോടെ നടന്നു. അതുകൊണ്ടാണ് അവരുടെ വായിൽ എന്തില്ലായിരുന്നു? അവരുടെ വായിൽ ഒരു തെറ്റില്ലായിരുന്നു.
നീതിയെ അവരുടെ വായിലില്ലായിരുന്നു. അതുപോലെ തന്നെ അവരുടെ വായിൽ എപ്പോഴും സത്യമായിരുന്നു എന്നുണ്ട് വാക്യമുണ്ട് അല്ലേ. അവരുടെ അതിരത്തിൽ സത്യ ഉപദേശം, അവരുടെ വായിൽ എന്നും സത്യ ഉപദേശമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെക്കുറിച്ച് അതാണ് ദൈവാത്മാവ് ഇന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വായിൽ സത്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നത്, ഓരോ ശുശ്രൂഷ ലഭിച്ചിരിക്കുന്ന പുതിയ നിയമ വിശ്വാസികളായ നമ്മൾ സത്യസന്ധതയുള്ളവരായിരിക്കണം. ദൈവമായ സത്യസന്ധതയോടെ നടക്കുക എന്നത് ഒരു വിശ്വാസിയുടെ സ്വഭാവമായിരിക്കണം. കേവലം വചനത്തിൻ്റെ അറിവല്ല, ഇങ്ങനെ വചനം പറയുന്നു എന്നുള്ളതല്ല, അതിനപ്പുറമായിട്ട് എന്താണ് വാസ്തവത്തിൽ കള്ളം പറയുന്നവർക്കുള്ള ശിക്ഷാവിധി എന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ? തീപ്പൊയ്കയാലാണ്. വേറെ വലിയ വലിയ പാപങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത് ബോഷ്ക്ക് പറയുന്ന എല്ലാവരും ആ വാക്യം മറന്നു. ഭയപ്പെടുത്താനല്ല, പക്ഷേ അത് ദൈവവചനമാണ്. വെളിപാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വലിയ വലിയ പാപികളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഭീരുക്കൾ, അവിശ്വാസികൾ, നീചന്മാർ, കൊലപാതകികൾ, വ്യഭിചാരികൾ, അഭിചാരകന്മാർ, വിഗ്രഹാധികാർ എന്നിവർക്കും എന്ന് പറഞ്ഞ ഒരു ഫുൾ സ്റ്റോപ്പ് പോലെ പറഞ്ഞിട്ടാണ് വ്യാജം പറയുന്ന എല്ലാവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തിയെരിയുന്ന തീപ്പൊയ്കയത്രേ ഇത് രണ്ടാമത്തെ മരണം. പ്രിയമുള്ളവരെ, എത്ര ഗൗരവത്തോടെ നാം ഇതിനെ കാണുന്നു. പഴയ നിയമപ്രവാചകനായിരുന്ന മലാഖി ഇസ്രായേലിൻ്റെ പുരോഹിതന്മാരെ ശാസിച്ചുകൊണ്ട് അവരുടെ കുറവുകളെ എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞ അവരുടെ പിതാക്കന്മാരുടെ സവിശേഷത നമ്മളിന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മളെ തന്നെ പരിശോധിക്കുവാനായിട്ട് ഈ കാര്യങ്ങളെ ഏറ്റെടുക്കാം. അതിൽ ഏറ്റവും ഗൗരവമായിട്ട് പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തോടെ പരിശോധിക്കണം. ദൈവത്തോടുള്ള നമ്മുടെ ഭക്തി, ആദരവ് പ്രകാരമാണ്. അത് നമ്മുടെ ഏറ്റവും വിലപ്പെട്ടത് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള യഥാർത്ഥ ഭക്തിയുമാണോ? ഏറ്റവും വിലപ്പെട്ടത് എബ്രഹാം തനിക്ക് ഏറ്റവും വിലപ്പെട്ട തൻ്റെ പുത്രനെ അർപ്പിച്ചതുപോലെ ഏറ്റവും വിലപ്പെട്ടത് അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ആദരവ് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ? ചില കാര്യങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇൻട്രപ്ഷൻസ്, അതോ കേട്ട കാര്യങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കാൻ വേണ്ടിയാണോ ഇൻട്രപ്ഷൻ എന്നറിയാറില്ല. ഏതായാലും ഇത് ഗൗരവമുള്ളൊരു കാര്യമാണ്. വ്യാജഭാവത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്നവർ നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ജീവിതം തന്നെ നമ്മൾ നഷ്ടപ്പെട്ടു പോവുകയായിരിക്കും. വെറുതെ നമ്മളിങ്ങനെ ഒരു ആചാരം പോലെ സഭായോഗത്തിന് വരികയും കർത്തൃമേശയിൽ പങ്കെടുക്കുകയും ചെയ്തതുകൊണ്ട് ഒരു കാര്യവുമില്ല. കർത്താവിൻ്റെ വരവിൽ അവനോടുകൂടെ ചേരാൻ പോകുന്നത് സത്യസന്ധമായിട്ടുള്ള യഥാർത്ഥ സഭയാണ്. ആ യഥാർത്ഥ സഭയുടെ ഭാഗമായിരിക്കുന്നവർ ഇന്ന് നമ്മൾ ചിന്തിച്ച പോലെ ദൈവത്തെ യഥാർത്ഥത്തിൽ സത്യത്തിൽ ഹൃദയത്തിൽ നിന്ന് വേണ്ട ബഹുമാനവും ആദരവും കൊടുക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഹൃദയത്തിൽ എപ്പോഴും സത്യസന്ധതയുള്ളവരുമായിരിക്കും. ദൈവഭയവും സത്യസന്ധതയുമുള്ള യഥാർത്ഥ ദൈവസഭയെ ദൈവം പണിയുന്നു. ആ സഭയായിരിക്കും കർത്താവിനോടുകൂടി എടുക്കപ്പെടാൻ പോകുന്നത്. ചതിക്കപ്പെടാതെ ഇരിക്കുവാൻ ഇന്ന് ദൈവാത്മാവ് നമ്മളെ ഇത് കേൾപ്പിക്കുന്നു. നഷ്ടപ്പെടാതിരിക്കുവാൻ ഇന്ന് നമുക്ക് അവസരമുണ്ട്. എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ശോധന ചെയ്ത് അനുതാപത്തോടെ മാനസാന്തരപ്പെട്ട് കടികൾ പ്രാപിച്ച് വീണ്ടും ഒരു നവീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാം. നമ്മുടെ രക്ഷയെ നമുക്കിന്ന് പുതുക്കാം. അതെ, നമ്മുടെ കുറവിനെ കാണുമ്പോൾ നമുക്കുള്ള സാധ്യതയാണ് നമ്മൾ ഈ കർത്തൃമേശയിൽ ഓർക്കുന്നത്. എന്താണ്? കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ അവിടുന്ന് ചൊരിഞ്ഞ രക്തം എത്ര കടും ചുമപ്പായിരിക്കും നമ്മുടെ പാപത്തെയും കഴുകുവാൻ തൊക്കെ മതിയായതാണെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് ഇതിൽ നിന്ന് പങ്കെടുക്കുന്നതെങ്കിൽ
ഇന്ന് നമ്മൾ ചിന്തിച്ച ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ശോധന സത്യസന്ധമായിട്ട് നടക്കുന്നവരുടെ ഹൃദയത്തിൽ ഒരു 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 കുറവ് കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ദൈവഭക്തി യഥാർത്ഥമായിട്ടുള്ള ദൈവഭക്തി അല്ല എന്നൊരു തിരിച്ചറിവ് ലഭിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഒരു സത്യസന്ധതയുടെ കുറവ് കണ്ടെത്തിയാൽ, നിരാശപ്പെടാതെ ഏറ്റുപറയുക ദൈവസന്നിധിയിൽ, കർത്താവേ ഇത് അങ്ങനെയാണ്. നമുക്ക് ഏറ്റവും ധൈര്യം ആരെടുത്ത് ചെല്ലാനാണ്? പ്രിയമുള്ളവരെ, നമ്മൾ എത്രയൊക്കെ മറിച്ചാലും ആരെ മറിക്കാൻ പറ്റത്തില്ല, ദൈവത്തെ മറിക്കാൻ പറ്റത്തില്ല എന്ന് വിശ്വാസമുണ്ടോ? എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചെല്ലാം. അതേ കർത്താവേ, ഞാൻ ആയിരിക്കുന്ന പോലെ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു, എൻ്റെ കുറവുകളെ ഞാൻ സമർപ്പിക്കുന്നു, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകി വീണ്ടും എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് ചെല്ലാം. അതിനുള്ള ഒരു അവസരം ഇന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഇന്ന് നമുക്ക് അവസരമുണ്ട്, നാളെ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പാടില്ല. ഇന്ന് നമുക്ക് ഈ അവസരമുള്ളപ്പോൾ നമുക്ക് മാനസാന്തരപ്പെടാം, വിശുദ്ധയിലേക്ക് മടങ്ങി വരാം, ഒരു പുതുക്കം പ്രാപിക്കാം. അങ്ങനെ ആ വിശുദ്ധിയോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം.